അല്ലെങ്കിൽ ഇതൊന്നും നോക്കാം. 72 ദിവസം ഈ മനാഫ് അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ഈ അർജുൻ്റെ അമ്മനോട് ഫോൺ ചെയ്ത് പറയണേ. ഈ 72 ദിവസത്തിന് ശേഷം ഗവൺമെൻറ് നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടി, ജോലി കിട്ടി, എല്ലാം കിട്ടിയപ്പോൾ സംഘിൻ്റെ സ്വഭാവം കാണിച്ചു. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പല കമന്റ് ബോക്സിലും പറയുന്നിട്ടില്ലേ, പാലം കടക്കോളം നാരായണ, പാലം കടന്ന കോരായണ. അല്ല, യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കേണ്ടെന്ന ഒരു അവസ്ഥയല്ല. അദ്ദേഹം അത്യാവശ്യം നല്ല പൈസക്കാരനാണ്. അദ്ദേഹം നല്ല വെല്ലുവിളിച്ചില്ല. നമ്മൾ ചില ആളുകളൊക്കെ പറയും നന്ദിയില്ലാത്ത നായി. ഒരിക്കലും പറയാൻ പാടില്ല. നായി നന്ദിയുള്ളതാണ്. ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തൊക്കെ നമ്മളെ കാണുമ്പോൾ വാലാട്ടും. നേരത്തെ ഡെഡ് ബോഡി കിട്ടി, അദ്ദേഹത്തിനെ ദഹിപ്പിച്ച് മണിക്കൂറുകളായപ്പോഴേക്ക് ഇവർ അളിയന്മാർ രംഗത്ത് വന്നു. അർജുൻ നേരം പോലത്തെ സോഷ്യൽ മീഡിയകൾ തുറന്ന അർജുൻ എന്തായി, അർജുൻ ഇതേ ചോദ്യമാണ് ഇല്ലേ എല്ലാവരും. ഈ സംഘി തീട്ടങ്ങളുണ്ടല്ലോ, അവരെ തൊള്ളയിൽ ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. അല്ല ബക്കർക്ക, ഈ 2 ദിവസമായിട്ട് ഈ സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലുകളൊക്കെ ഈ അർജുൻ്റെ കുടുംബം മനാഫിനെതിരായിട്ട് തിരിഞ്ഞുകൊള്ളു. അത് പറയേണ്ട കാര്യം സൽമാനെ. പിന്നെ ഈ അപകടം നടന്ന ദിവസം മുതൽ 72 ദിവസമായിട്ട് ഈ മനാഫ് പറഞ്ഞ വ്യക്തി പിന്നെ ഈ അർജുനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടേ അവിടെ നിന്ന് കഷ്ടപ്പെടുന്ന നമ്മൾ കണ്ടതല്ലേ ഈ ന്യൂസും പിന്നെ മാധ്യമങ്ങളിലൊക്കെ. അന്നൊന്നും ഈ മാധ്യമങ്ങളിലും പത്രസമ്മേളനത്തിലൊന്നും പിന്നെ ഈ കുടുംബങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. എന്തോ ഒരു ദുരദ്വേഷം ഉണ്ട് അത്. അപ്പോൾ സൽമാനെ, ബാവേ, ഇങ്ങളോട് രണ്ടാളോട് നമ്മളൊരു കാര്യം പറയാം. നമ്മളൊക്കെ ചെറിയ ചെറിയ സോഷ്യൽ മീഡിയ വർക്കേഴ്സാണ്. ഈ അർജുനെ കാണാതായി, കർണാടക ഉരുൾപൊട്ടലിൽ വെച്ച് അർജുനെ കാണാതായി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഉടൻ തന്നെ വീഡിയോ ചെയ്തവരാണ്. നമ്മൾ ചെയ്ത വീഡിയോ എന്താണ്? നമ്മളെ പ്രിയപ്പെട്ട സഹോദരൻ അർജുനെ കാണാനില്ല. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ആയതിനു ശേഷം മാത്രമേ ഇനി ഞങ്ങൾ വീഡിയോ ചെയ്യുള്ളൂ. ഒരുപാട് ആൾക്കാർ നമുക്ക് കമന്റിൽ മെസ്സേജ് അയച്ചു. ഒരുപാട് ആളുകൾ ചോദിച്ചു എന്താണ് നിങ്ങൾ വീഡിയോ ചെയ്യാത്തത്, എന്താണ് വീഡിയോ ചെയ്യാത്തതെന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നമ്മൾ എന്താ പറഞ്ഞു, നമ്മൾ അർജുനെ കാണാനില്ല. ഈ അർജുനെ കാണാതെ എല്ലാവരും കേരള മനസാക്ഷി മൊത്തം അർജുനു വേണ്ടി പല പള്ളികളിൽ പ്രാർത്ഥന നടത്തുന്നു. പല പണ്ഡിതന്മാർ, പിഞ്ചു മക്കൾ പലവരും അർജുൻ നേരം പോലത്തെ സോഷ്യൽ മീഡിയകൾ തുറന്ന അർജുൻ എന്തായി, അർജുൻ ഇതേ ചോദ്യമാണ് ഇല്ലേ എല്ലാവരും. അപ്പോൾ ഈ 72 ദിവസം നമ്മൾ അർജുനെ കാണാത്ത വിഷമത്തിലായിരുന്നു. നമ്മൾ പല വീഡിയോകളും നമ്മൾ ഒഴിവാക്കി ചെയ്തിട്ടില്ല. പലവരോടും പറഞ്ഞു അർജുൻ എന്തെങ്കിലും ആവട്ടെ എന്നുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി കിട്ടി, അദ്ദേഹത്തിനെ ദഹിപ്പിച്ച് മണിക്കൂറുകളായപ്പോഴേക്ക് ഇവർ അളിയന്മാർ രംഗത്ത് വന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ നല്ല അമ്മയാണ് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. കാരണം ഈ മനാഫ് അർജുനോട് അമ്മക്ക് ഫോൺ ചെയ്ത് പറയുന്നുണ്ട്, അമ്മേ നിങ്ങൾ എൻ്റെ അമ്മയാണ്, ഞാൻ അവനെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് വരും അമ്മേ എന്ന് പറഞ്ഞ് കണ്ണീരൊഴുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ 72 ദിവസത്തിന് ശേഷം ഗവൺമെൻറ് നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടി, ജോലി കിട്ടി, എല്ലാം കിട്ടിയപ്പോൾ സംഘിൻ്റെ സ്വഭാവം കാണിച്ചു. ഇതാണ് യാഥാർത്ഥ്യം. ഇനി അതിന് തെളിവ് സഹിതം നല്ലൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ എഴുത്തും വായനയുള്ള ആളാണ്. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ മലയാള മനോരമ വീക്കിലി, മംഗളം വീക്കിലി, ഈ വീക്കിലികളൊക്കെ ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ ഇനി മംഗളത്തിലാണോ മനോരമയിലാണോ എന്ന് വ്യക്തമായി ഓർമ്മ എനിക്കില്ല. KM റോയ് സാർ എന്ന് പറഞ്ഞ ഒരാൾ ഒരു പക്തി എഴുതിയിരുന്നു, അതായത് ഇരുളും വെളിച്ചവും. ഞാൻ അത് സ്ഥിരമായി വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഒരു വ്യക്തി ഒരു ഓട്ടോറിക്ഷ എടുക്കുകയാണ്. ഓട്ടോറിക്ഷ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഭാര്യനെ കുട്ടികളെയൊക്കെ കാണിച്ച് അവർ കുടുംബം ഒരു തീരുമാനം എടുക്കുകയാണ്. നാളെ രാവിലെ നമ്മൾ വണ്ടി ക്ഷേത്രത്തിൽ കൊണ്ടുപോവുക, അവിടുത്തെ ഹൈന്ദവ വിശ്വാസപ്രകാരമുള്ള അവരെ പൂജകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വണ്ടിക്കൊരു പേരിട്ട് കൊണ്ടുവരിക, അതിന് ശേഷം വണ്ടി ഓടിയാൽ മതി. ആയിക്കോട്ടെ, അവരെ വിശ്വാസപ്രകാരം നല്ലൊരു തീരുമാനമാണ്. അങ്ങനെ പിറ്റേ ദിവസം ഈ വണ്ടി കൊണ്ടുപോകാൻ നേരത്ത് അയൽവാസി പറയാണ്, നീ ഏതായാലും അമ്പലത്തിലല്ലേ പോണേ, ഞാനും വരാമെന്ന്. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇയാളും കൂട്ടി പോകുന്ന സമയത്ത് യാദൃച്ഛികമായി ഓട്ടോറിക്ഷ മറിഞ്ഞു. ഈ ഓട്ടോറിക്ഷ മറിഞ്ഞപ്പോൾ ഈ അയൽവാസി കയറിയല്ലോ, ഓനക്ക് അവൻ്റെ കാലിൻ്റെ എല്ല് പൊട്ടുകയാണ്. എല്ല് പൊട്ടി. അങ്ങനെ ഇവർ ആസ്പത്രിയിൽ കൊണ്ടുപോയി വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഓട്ടോറിക്ഷൻ്റെ ഓണർക്ക് ഒരു നോട്ടീസ് വരികയാണ്. ഈ നോട്ടീസ് വന്നപ്പോൾ ഇയാളെന്താക്കി, ഈ നോട്ടീസ് വായിച്ചു, കൈപ്പറ്റി വായിച്ചു.
അപ്പോൾ അതിൽ അയൽവാസി കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയോ, വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി മനഃപൂർവ്വം കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള കേസാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് കാലം. ഒരാൾക്കും ഈ കാലഘട്ടത്തിൽ ഒരു ഉപകാരം ചെയ്താൽ പിന്നീട് അത് ഉപദ്രവമായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചില ആളുകളൊക്കെ പറയും നന്ദിയില്ലാത്ത നായി. ഒരിക്കലും പറയാൻ പാടില്ല. നായി നന്ദിയുള്ളതാണ്. ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു നോക്കാം, നമ്മളെ കാണുമ്പോൾ വാലാട്ടും. നേരെ മറിച്ച് ഒരാൾക്ക് ചോറ് വാങ്ങിക്കൊടുത്തു നോക്കാം, പിന്നെ ഓൻ നമ്മളെ ശത്രുവായി. ഓൻ പറയുന്നത് അറിയോ, എന്തേ ചോറ് 10 പൈസക്ക് പറ്റൂല എന്ന്. അല്ലെങ്കിൽ ഇതൊന്നും നോക്കാം, 72 ദിവസം ഈ മനാഫ് അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ഈ അർജുൻ്റെ അമ്മനോട് ഫോൺ ചെയ്ത് പറയണേ, അമ്മേ അർജുൻ ഇല്ലാതെ ഞാൻ അങ്ങോട്ട് വരില്ല എന്ന്. പല പത്രസമ്മേളനങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ ഇയാൾ ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തി കരയുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ ഈ മനാഫിന് ഒരു എന്താ പറയുക ഗ്രൂപ്പ് തുടങ്ങിയിട്ട്, എന്ത് ഗ്രൂപ്പാണ് പറഞ്ഞ്, എന്താ ഫേസ്ബുക്ക് അല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കേണ്ടെന്ന ഒരവസ്ഥയല്ല. അദ്ദേഹം അത്യാവശ്യം നല്ല പൈസക്കാരനാണ്. അദ്ദേഹം നല്ല വെല്ലുവിളിച്ചില്ലേ, ഞാൻ അർജുൻ്റെ പേരിൽ ₹1 പിരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നടുറോട്ടിക്ക് വരാം, നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞോളി എന്ന്. അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായ വാക്കുകൾ നമ്മൾ എടുക്കണ്ടേ. അപ്പോൾ സംഘി എന്നും സംഘി തന്നെയാണ്. ഇത് നല്ല ഹിന്ദുക്കളല്ല. നല്ല ഹിന്ദുക്കൾ, ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനികളായാലും ഐക്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഈ സംഘി തീട്ടങ്ങളുണ്ടല്ലോ, അവരെ തൊള്ളയിൽ നിന്ന് ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. ഇത്ര എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളൂ. അതങ്ങനെ തന്നെ ബക്കറാക്ക. കാര്യം കഴിഞ്ഞപ്പോഴേ ഓലെ ബോഡി, പിന്നെ അർജുന്റെ ബോഡി ഉണ്ട് അവിടെ എത്തിയപ്പോ പിന്നെ ഓന്റെ നേരക്കാണ് തിരിഞ്ഞു. അതന്നെ ഇപ്പൊ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പല കമന്റ് ബോക്സിലും പറഞ്ഞിട്ടില്ലേ, പാലം കടക്കോളം നാരായണ, പാലം കടന്ന കോരായണ.